യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ സിബി. ഞങ്ങൾ പോട്ടയിലാണ് താമസിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ നേഴ്സാണ്. ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 2020 ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട്. അതിന് മുൻപ് ഞാൻ OET ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടിക്ക് ശേഷം നെക്സ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്തു. 3 മൊഡ്യൂൾ കിട്ടി, ഒരെണ്ണം കിട്ടിയില്ല. പിന്നെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി 3ാമത്തെ പ്രാവശ്യം. അതിന് ശേഷമാണ് എൻ്റെ എല്ലാ പ്രാവശ്യം എഴുതുമ്പോൾ ലിസണിങ് പോയിക്കൊണ്ടിരിക്കും. 3ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ലിസണിങ് പാസ്സായി 3 മൊഡ്യൂളും ക്ലിയറായത്. 4 ക്ലിയറായി. അതിനുശേഷം നമ്മൾ UK പ്രോസസ്സ് ആണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ഹസ്ബൻഡിൻ്റെ അനിയൻ UK അപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ വിചാരിച്ച് അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ 1 ഇയർ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ആ സമയത്ത് കോവിഡൊക്കെയുള്ള സമയമായിരുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ചുമയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടുത്തെ തന്നെ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ആൾ ചെസ്റ്റ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ ചെസ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് നിറയെ സ്പോട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യമായിട്ടാണ്, നമുക്ക് എന്താണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർക്കും കൺഫ്യൂഷനായി. ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് UK പോകാൻ പറ്റുന്നില്ല, നിൻ്റെ പ്രോസസ്സിങ് മെഡിക്കലൊന്നും പാസ്സാവില്ല, അതെന്തായാലും അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആകെ വീണ്ടും ടെൻഷനായി, പ്രശ്നങ്ങളായി, പിന്നെ ഉറക്കില്ലാണ്ടായി, പ്രാർത്ഥനയൊക്കെ തുടങ്ങി വീണ്ടും. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു MRI അല്ലെങ്കിൽ നീ CT എടുത്ത് നോക്ക്, അത് കഴിഞ്ഞിട്ട് അതിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ നീ അത് വിട്ടേര്, ഇവിടെ തന്നെ ജോലിക്ക് ചെയ്തോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടി തൈലും കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണില്ല. ഞാനിവിടെ വന്നു, ഞാൻ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എക്സ്റേ CTക്ക് ബുക്ക് ചെയ്തിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ CT ചെയ്യണില്ല, എനിക്ക് പേടിയാണ്, ഇനി വല്ല ക്യാൻസറൊക്കെ ആണെങ്കിൽ വേണ്ട ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. കയ്യിൽ പിടിച്ചിട്ട് CTക്ക് പോയി. CT ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് CT റിസൾട്ട് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. ഒറ്റ സ്പോട്ട് അതിലില്ല, ഒന്നും കാണുന്നില്ല, പക്കാ ക്ലിയർ ആയിരുന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ എനിക്കെന്താ പറയുക, എനിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല, അത്രയും സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ മെഡിക്കലിന് നെക്സ്റ്റ് വീക്ക് അമൃതയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും റിസൾട്ടുകൾ കഴിഞ്ഞു, എക്സ്റേ എടുത്തു, എല്ലാവരും ക്ലിയർ ചെയ്ത് പോയി. ലാസ്റ്റ് ഞങ്ങൾ 3-4 പേരെ മാത്രം അവിടെ വീണ്ടും വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വീണ്ടും തോട്ട് വന്നു, ഇത് തന്നെയായിരിക്കും, എക്സ്റേ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അവർ നേരെ ഈ എക്സ്റേ റിസൾട്ട് റേഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്തു. അവിടെ നിന്ന് തന്നെ അവർ അതിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ എക്സ്റേയിലും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഈ പ്രാർത്ഥനയും ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഇരുന്നിട്ട്. വീട്ടിൽ അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് അവർ ലാസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു എക്സ്റേ ഓക്കെയാണ്, റേഡിയോളജിസ്റ്റ് കണ്ടത് ജസ്റ്റ് ബോണിൻ്റെ പൊന്തി നിൽക്കുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ പാസ്സായി. അങ്ങനെ മാതാവിൻ്റെ കൃപ കൊണ്ട് 2023 മാർച്ചിൽ ഞാൻ UK പോയി. അപ്പോൾ അവിടെ ചെന്നിട്ടും ഞങ്ങൾക്ക് അവിടെ ചെന്ന് എക്സാമൊക്കെ ഉണ്ട്, OSCE എക്സാം ഉണ്ട്. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പൈസ കൊടുക്കണം, പിന്നെയും നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അച്ഛൻ പറയുന്ന ഒരു സംഭവം സഞ്ചാരി മാതാവെന്നൊരു കോൺസെപ്റ്റ്, അത് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും സഞ്ചാരി മാതാവിൻ്റെ കൂടെ വരണം, എന്നെ പാസ്സാക്കണം എന്നൊക്കെ പറയും. എനിക്കറിയാം ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ തെറ്റുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് നമുക്ക് നഴ്സുമാർക്ക് അറിയാം, ഈ OSCE എക്സാമിൽ നമ്മുടെ പേര് എഴുതിയില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതിയിട്ടും അതിൽ കാര്യമില്ല. ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ എക്സാം പാസ്സാവില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോഴും വിശ്വാസമുള്ളത് മാതാവിൻ്റെ ഒരു വിശ്വാസമാണ്. എക്സാമിൽ സൈൻ ചെയ്യാത്ത ഞാൻ പാസ്സായി, സൈൻ ചെയ്തവർ വരെ ഫെയിലായിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പാസ്സായി. അങ്ങനെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഫാമിലി അവിടെ വന്നു. ഫാമിലി വന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ചെസ്റ്റ് പെയിൻ എന്നല്ല, സാധാരണ എല്ലാവർക്കും ലെഫ്റ്റ് സൈഡിലാണ് പെയിൻ ഉണ്ടാവുക, പക്ഷേ ആൾക്ക് അങ്ങനെയില്ല, ഗ്യാസ് മാത്രം റൈറ്റ് സൈഡിൽ പെയിൻ പറയുന്നു. പക്ഷേ എന്നോട് പറഞ്ഞില്ല, ഒരു 3-4 ദിവസമായിട്ട് ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ ആണെന്ന് ചോദിച്ചിട്ട് എല്ലാവരും കുറേ ജീരകവെള്ളം കുടിക്കും, ടാബ്ലറ്റ്സൊക്കെ എടുക്കും, അങ്ങനെ പോയി. ഞാൻ നൈറ്റായിരുന്നു, 4 ദിവസം നൈറ്റ് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം ഞാൻ രാവിലെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര പെയിന് റൈറ്റ് സൈഡിൽ തന്നെ. അപ്പോൾ ഈ പെയിൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഹോസ്പിറ്റലിൽ പോവാം, എന്തായാലും നമുക്ക് എമർജൻസി പോവാം. നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നുമല്ല, അവിടെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ്, കുട്ടികളെ തന്നെ നിർത്താൻ പറ്റില്ല, മോർണിംഗ് സമയമാണ്, സ്കൂളിൽ വരണം, ഇതൊക്കെ ഉണ്ട്.
അപ്പോൾ ആ സമയത്ത് ഞാൻ ആംബുലൻസ് വിളിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഹസ്ബൻഡ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രീത്ത് ചെയ്യണുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബ്രീത്ത് ചെയ്യണമെങ്കിൽ നോർമലാണ്, ഒരു കുഴപ്പമില്ല എന്ന്. നമുക്കറിയാം ഇത് നോർമലല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ക്യാബൊക്കെ വിളിച്ചിട്ട് ഹസ്ബൻഡിന് കൊണ്ടുപോവാണ്. കുട്ടികളെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി, അവർ വന്ന് ഇവരെ കൊണ്ടുപോയി. ഓൺ ദ വേയിൽ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ഷോൾഡറിൻ്റെ അവിടേക്ക് പെയിൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്, അറ്റാക്ക് ആയിരിക്കാം. പക്ഷെ എൻ്റെ ഉപബോധം മനസ്സ് അംഗീകരിക്കുന്നില്ല, ഇതൊരിക്കലും അറ്റാക്കാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗ്യാസ് തന്നെയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം മാതാവിൻ്റെ രൂപം പിടിച്ചിട്ട്. അവിടെ ചെന്നു. അവിടെ 16 മണി 18 മണിക്കൂറൊക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്കൊരു ഡോക്ടറെ കാണാൻ. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വേഗം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി ഡോക്ടറെ കണ്ടു. ECG എടുത്തു. ECG എടുത്തപ്പോൾ നല്ല കറക്റ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും, ഹാർട്ട് അറ്റാക്ക്. അത്രയും തീവ്രതയിൽ അവർ നേരിട്ട് പറഞ്ഞു ഇത് അറ്റാക്കാണ്, ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന രൂപം കാശ് ഉടമ്പടി രൂപം എടുത്ത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു. അവർ ആൻജിയോഗ്രാമിന് കയറ്റി. ഞാൻ തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തിറക്കിയിട്ട് പറഞ്ഞു ഒറ്റ ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, 100% ബ്ലോക്കായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നാലും ദൈവത്തിന് നന്ദി പറഞ്ഞു, മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അവർ അന്നത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവർ നമ്മൾ ഇവിടെ എക്കോ എടുക്കുമ്പോഴാണ് നമുക്കറിയാം എത്രത്തോളം ഹാർട്ടിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം ഹാർട്ടിന് ഫങ്ഷൻ ഉണ്ടെന്നുള്ള ഒരു മനുഷ്യന്. ഹസ്ബൻഡിനെ സംബന്ധിച്ച് അതിൽ 15 to 20%, 15 തുടങ്ങി 20% ഉള്ളൂ. അത് ഒരുപാട് കുറവാണ്, ഒരു നോർമൽ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് വെച്ചിട്ട് ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും എക്കോ എടുക്കും, അതിൽ എത്ര % ഉണ്ടോ അതാണ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അവിടെ കാർഡിയാക് നഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഒരു 5% അത്രയ്ക്കാണ് മാക്സിമം, അതിൽ നിന്ന് കൂടി വരുള്ളൂ. നിങ്ങൾ റെസ്റ്റ് എടുത്താലും എന്തൊക്കെ ചെയ്താലും അതിലൊരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒരു മിനിമം വയസ്സിന് ഒരു 40%, 35 മേലെ 40% നമുക്ക് വേണം ഈ ഇജക്ഷൻ ഫ്രാക്ചർ എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് അവർക്കൊരു തീരെ പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് നല്ലൊരു വിശ്വാസം ഇത് കൃപാസനം അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ അടുത്ത എക്കോയിൽ ഒരു 40%, 35% മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുക. അപ്പോൾ സിബി പറഞ്ഞു 45% ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാടി, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 45% ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം. പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തുടങ്ങി കറക്റ്റായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലം കുരിശ് വരച്ച് കൊടുക്കും, വായലും കൊടുക്കുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് എക്കോ കഴിഞ്ഞപ്പോൾ 55% തുടങ്ങി 60% വരെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ റീഗെയിൻ ചെയ്തു. അത് അവർക്ക് നല്ല അത്ഭുതമായിരുന്നു അതെങ്ങനെ വന്നു എന്നുള്ളത്. പക്ഷെ എനിക്കറിയാം അത് മാതാവിൻ്റെ ഒരു കാരുണ്യമാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും സന്തോഷമായിട്ട് നിൽക്കുന്നു. ഞങ്ങളിവിടെ നാട്ടിൽ വന്നു, എക്കോ വീണ്ടും ചെയ്തു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ ഫങ്ഷൻ കുറയാൻ സാധ്യതയുണ്ടാവും, ചിലപ്പോൾ അവിടുത്തെ റിസൾട്ട് ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഞങ്ങൾ സെൻറ്റ് ജെയിംസിലുണ്ടായിരുന്ന ഡോക്ടർ തോമസ് ജോണിനെയാണ് കണ്ടിരുന്നത്. സാറ് പറഞ്ഞു 58% ഹാർട്ട് ഫങ്ഷനുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഉണ്ടായിരുന്ന ഡാമേജ് ചെറുതായിട്ട് അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്, അല്ലാതെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഇവളുടെ കാര്യമാണ്. ഇവൾക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരും. പക്ഷെ അത് നോർമലായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. ഇവളെന്നും പറയും വയറ്റിൽ നിന്ന് പോയില്ല, അപ്പിട്ടില്ല എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കംപ്ലയിൻറ്റ് പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, നമ്മളവിടെ GPനെ വിളിക്കും, കൊണ്ടുപോകാൻ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരില്ല. അവർ പറയും കുഴപ്പമില്ല എന്ന് പറയും, നമ്മൾ കൊച്ചിനും കൂടി തിരിച്ചു വരും, മൂത്രത്തിൽ പഴുപ്പാന്ന് പറയും, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഫ്രീക്വൻസി കൂടി വന്നു. 2 മാസം 1 മാസമൊക്കെ കൂടുമ്പോൾ ഇതേ കംപ്ലയിൻറ്റുകൾ പറഞ്ഞു തുടങ്ങി. 3 ദിവസം മൂത്രമൊഴിക്കില്ല, 4 ദിവസം മൂത്രമൊഴിക്കില്ല. അവർ കൊണ്ട് ചെല്ലുമ്പോൾ പറയും കുഴപ്പമില്ല, സ്കാനിങ് വേണ്ട, ബ്ലഡ് ടെസ്റ്റ് വേണ്ട. പക്ഷെ ഞാനൊരു നഴ്സാണ്, നമ്മുടെ ടെൻഷൻ കൊച്ചിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കാരണം ഇത്രയും ദിവസം മൂത്രമൊഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് നോർമലായിട്ടൊരു കാര്യമല്ലല്ലോ. അങ്ങനെ അവസാനം പറഞ്ഞ് എന്തോ മാതാവിൻ്റെ കൃപയോണ്ടും പ്രാർത്ഥനയോണ്ടും തൈലം കൊണ്ടൊക്കെ എന്ന് പറഞ്ഞോണം അവർ സ്കാനിങ്ങിന് തന്നു. സ്കാനിങ്ങിൻ്റെ സമയത്ത് ഞാൻ അവൾക്ക് കാശുരൂപം കൊടുത്തു. ഞാനും പ്രാർത്ഥിക്കാൻ, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു ആ സമയത്ത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കളിയാക്കും, നീ എന്തിനെ കരയുന്നേ, നമ്മളെല്ലാം ചെയ്യുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു അത് ഒരമ്മ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല.
അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കിഡ്നി ഫങ്ഷൻ നോർമലാണ്, ബ്ലാഡർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫിസിക്കലി കൊച്ച് ഓക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവളുടെ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഇല്ല. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തു. അവർക്കും കാണാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മാധവരോട് പറഞ്ഞു, മാധവി ഇനിയൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇവൾക്ക് ഇവിടെ നാട്ടിൽ വന്ന് ഞാൻ സ്കാൻ ചെയ്ത് യൂറോളജിസ്റ്റിനെ കണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവനോട്. ഞങ്ങളിവിടെ വന്നന്ന് തന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ ഇവളെയും കൊണ്ട് യൂറോളജിസ്റ്റിനെ കാണിച്ചു. യൂറോളജിസ്റ്റിനെ കാണിച്ച് സ്കാൻ ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം, മാധവൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എല്ലാം നോർമലാണ്. ഇവൾക്കൊരു കുഴപ്പമില്ല. ഇവൾ യൂറിൻ പാസ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, എല്ലാം പാസ് പോകുന്നുണ്ട്. കിഡ്നി ഫങ്ഷനൊക്കെ നോർമലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് പറയുമ്പോൾ എത്രത്തോളം നന്ദി പറഞ്ഞാലും മാധവനോട് തീരില്ല. കാരണം അത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞ് എൻ്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് നീർക്കെട്ട് എന്നും അതെ, ഈ കൈ മുകളിലേക്ക് പൊക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പാടാണ്. അപ്പോഴും ഞാൻ മാധവനോട് കുരിശ് പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ വേദന ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജോലിക്ക് പോകാൻ പറ്റുക, മക്കളെ നോക്കാൻ പറ്റില്ല, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, ഒരു കറി വരെ വെക്കാൻ പറ്റില്ല. ശരിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല സത്യത്തിൽ. അങ്ങനെ ഒരു എന്നെ അലട്ടിയിട്ടില്ല ആ പ്രശ്നം. അങ്ങനെ പിന്നെ ഒരു ഇപ്പോൾ ഉടമ്പടി വെച്ചൊരു കാര്യമാണ് ഞാൻ നിയോഗം വെച്ചത്, സ്ഥലക്കച്ചവടം. ഞങ്ങൾക്ക് 2 സ്ഥലമുണ്ട്, 2 കച്ചവടം നടന്നിരുന്നില്ല. സ്ഥലമൊക്കെ നല്ല സ്ഥലമാണ്, പക്ഷെ എല്ലാ പ്രാവശ്യവും എല്ലാവരും വന്നിങ്ങനെ മുടക്കുന്നതാണ്, എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതുകൊണ്ട് നിയോഗത്തിൽ വെച്ചൊരു കാര്യമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ തീറിനും കൂടിയാണ് വന്നിരിക്കണേ. അതിലൊരു സ്ഥലത്തിൻ്റെ കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ്. പിന്നെ എന്ത് കാര്യങ്ങൾക്കായാലും നമ്മളിപ്പോൾ ഭയങ്കര വിഷമിക്കേണ്ട ഒരു സമയത്താണെങ്കിൽ ഞാൻ മാതാവിനോട് പറയാം, അമ്മേ കൃപാസുര മാതാവേ, പ്രസാദവര മാതാവേ, സഞ്ചാരി മാതാവേ, കൂടെ വരണേ, നടത്തി തരണേ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, എന്തായാലും നടത്തി കിട്ടും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്. അത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഉടമ്പടിക്ക് ശേഷം നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ, പൊതിച്ചോറ് കെട്ടിയതേപോലെ തന്നെ ഞാൻ സ്കൂട്ടി എടുക്കുന്ന ആളാണ്. സ്കൂട്ടി എടുത്ത് ഞങ്ങൾ സ്റ്റാൻഡ് വരെയൊക്കെ പോവും. അപ്പോൾ അവിടെ വഴിയിൽ കാണുന്ന ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കും, ഇതേപോലെ തന്നെ പത്രം കൊടുക്കും. എല്ലാവരും പറയുന്നുണ്ട് ചിലർ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവർക്കും കൊടുക്കും. അത്രയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ അവിടെ പോയിട്ടായാലും ആർക്കെങ്കിലും രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പൈസയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ആരോട് പറയാറൊന്നുമില്ല. പിന്നെ പള്ളി പോക്ക്, സൺഡേ പോവും. ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് സൺഡേ ഒക്കെ അവിടെ ഡ്യൂട്ടി ആയിരിക്കും. അപ്പം അങ്ങനെയൊന്നും പോകാൻ പറ്റാറില്ല. പറ്റാവുന്ന ദിവസങ്ങളിൽ ഹസ്ബൻഡ് പോകട്ടെ സ്ഥിരമായിട്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് തൈലം, ഉടമ്പടി തൈലം എല്ലാവർക്കും വരച്ച് കൊടുക്കും. നമ്മളപ്പോൾ അവിടെയുള്ള സമയത്ത് നമ്മൾ കുമ്പസാരിക്കും. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയി കൊരട്ടി പോയി കുമ്പസാരിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഓൺലൈനിലായാലും കുർബാന കാണും. പറ്റാവുന്ന ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോവും. കുടുംബ പ്രാർത്ഥനയുണ്ട്, ഉടമ്പടി ധ്യാനം അത് കണ്ടുകൊണ്ടിരുന്നായിരുന്നു. ലൈക്ക് ഷെയർ ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ പുതിയതായിട്ട് ഉടമ്പടി ഇന്ന് എടുത്തു. ഞാൻ ഓൾറെഡി നേർന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഓക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, മക്കളായാലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോകുന്നു നല്ല രീതിയിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്.